ഇന്നത്തെ അവസ്ഥ ഇതാണ്, കണ്ടില്ലേ ഗൈസ്. ഇന്ന് ഞാൻ എങ്ങനെ ഡെലിവറി ചെയ്യും ഗൈസ്? അയ്യോ, ഞാനാണെങ്കിൽ ഓൾറെഡി ഒരു സ്വെറ്റർ ഇട്ടിട്ടുണ്ട്, എൻ്റെ കൂടെ വേറൊരു ജാക്കറ്റും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവധിയൊന്നും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പീക്ക് സമയമായതുകൊണ്ട് നമുക്ക് പോയേ പറ്റത്തുള്ളൂ, കമ്പൾസറിയാണ്. അപ്പോൾ കോൾ ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നെന്തായാലും പോയേ പറ്റത്തുള്ളൂ. ഞാൻ വണ്ടി 2 പ്രാവശ്യം ചൂടാക്കിയിട്ടുണ്ട്. ഗൈസ്, രാവിലെ പട്ടിയായിട്ട് ഇടക്കാൻ പോകുന്നുണ്ടല്ലേ സീനല്ലേ ഗൈസ്. എൻ്റെ വണ്ടി കണ്ടോ ഗൈസ്? ഇത് ഞാൻ 2 പ്രാവശ്യം ഇപ്പോൾ ഓണാക്കിയിട്ട് ചൂടാക്കിയതാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ഇട്ടേക്കുവാണ്. ഇതൊന്ന് അലുക്കാൻ പോലും തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. സൂപ്പറായിട്ടുണ്ട് എൻ്റെ മോനെ. ഓ, അതേപോലെ ഇരിക്കുന്നു. എന്നാൽ സാമഗ്രികളൊക്കെ എടുക്കുക നമുക്ക് ക്ലീനാക്കാനുള്ള. ഓ ഗൈസ്, ഇതിൻ്റെ അകത്തില്ല. എന്ത് ചെയ്ത് ഇവിടെ അകത്ത് കണ്ട് കയറ്റി വെച്ചേക്കാൻ തോന്നുന്നുണ്ട് ഗൈസ്. ഒന്നത് ക്ലീൻ ആക്കിയിട്ട് കാണാം ഗൈസ്. എല്ലാവരും പോകുന്ന കണ്ടില്ലേ രാവിലെ സ്നോയിൽ. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് അതെന്താണ് സംഭവം എനിക്കറിയത്തില്ല ഗൈസ്. ചിലപ്പോൾ എന്തെങ്കിലും സെറ്റ് ചെയ്യാണ്ട് നിർത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തൊക്കെ പോകുന്നതായിരിക്കും, എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. അവിടെ ഇടയ്ക്കായി നിർത്താം. ഓ ഗൈസ്, നമ്മൾ പെട്ടു. അത് നോക്ക് ഗൈസ്, എല്ലാത്തിൻ്റെ മണ്ടം മൊത്തം ഇത് കിടക്കുക ഗൈസ്. ഇത് ഫുള്ള് ക്ലീൻ ആക്കണോ ഗൈസ്? രാവിലെ തന്നെ കുറേ പണിയുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതിപ്പോൾ ആരും ക്ലീൻ ആക്കിയില്ലേ? പിന്നെ നമ്മൾ തന്നെ ക്ലീൻ ആക്കണമായിരിക്കും. അപ്പം അല്ലെങ്കിൽ ആ സമയമാകുമ്പം മറ്റേ പുള്ളി വന്ന് ക്ലീൻ ആക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുണ്ട് ഗൈസ്, സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ക്ലീൻ ആക്കാവുന്നേ ഉള്ളൂ ഗൈസ്. അപ്പം അങ്ങനെ ചെയ്യാം, അതല്ലേ നല്ലത്. ഓ, ഇവിടെ ഒരു സ്പോട്ടുണ്ട്. നമ്മുടെ ഓണർ വന്നിട്ടുണ്ട്. അതാണ് ഗൈസ് എൻ്റെ ഓണർ. ഗൈസ്, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഇന്നത്തെ അവസ്ഥ. നമുക്ക് റാമ കിട്ടിയേക്കുന്നത്. ഇന്ന് സ്നോയുടെ എന്താവും അറിയത്തില്ല ഗൈസ്. ഇന്നലെ കണ്ട സ്ഥലം പോലെയില്ല ഗൈസ്, മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഫുള്ളിങ്ങനെ സ്റ്റോ ഫുള്ള് കവറായി ഗൈസ്. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്ന് ഇത്രയും സീനാകുമെന്നുള്ള കാര്യം. എന്തല്ലേ പിന്നെ ഗൈസ്, അവരുടെ ടയറൊക്കെ മാറ്റി നല്ലതായിട്ടിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് സ്നോ ഉള്ള വീട്ടിലോട്ട് കയറണ്ട. സ്നോ ഉള്ള വീട്ടിലോട്ട് ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് എഴുതുക. അവരത് വേണ്ടെന്നുള്ള. ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് 150 സംതിങ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ആ 152 സ്റ്റോപ്പിലും നമുക്കിപ്പം സ്നോ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറുക വേണ്ട, അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്കിന്ന് പറ്റാവുന്നിടത്തോട്ട് മാത്രമേ കയറത്തുള്ളൂ, മാക്സിമം നോക്കും. അപ്പം വണ്ടി അവിടെ സ്റ്റക്കാവുമെന്ന് തോന്നുന്ന വീട്ടിലോട്ടൊന്നും പോകത്തില്ല. പിന്നെ മാക്സിമം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇന്ന് സെറ്റപ്പ് ആവുന്നുള്ളൂ. നോക്കാൻ മാക്സിമം എങ്ങനെയാണ് പറ്റും പരിപാടി എന്നൊക്കെ. അപ്പോൾ ഗൈസ്, നമുക്കൊന്ന് ഇത് ലോഡ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഗൈസ്, ഇന്ന് കണ്ട് ഇത്രയും സാധനങ്ങളുണ്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട്. ഇത് കുറേ ഉണ്ട്. ഇത് നമുക്കിന്ന് 150 സംതിങ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിന്ന് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. കുറച്ച് സ്റ്റിക്സൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന്. ഹാൻഡ് വാമേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ തുടങ്ങാൻ പോവാണ്. എക്സ്ട്രാ ഒരു പെയർ ഗ്ലൗ ഉണ്ട്, അതിൻ്റെ അടിയിൽ വെച്ചിട്ട് അങ്ങനെ തണുപ്പ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇതിൻ്റെ അടിയിൽ അതിട്ടിട്ട് അങ്ങനെ പോകാനാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു അനൗൺസ്മെൻറ്റ് ഇടുന്നുണ്ട്. നമുക്കിന്ന് ഫസ്റ്റ് എങ്ങോട്ടാണെന്നുള്ളത് നോക്കാം ഗൈസ്. സോമർ സ്ട്രീറ്റിലോട്ടാണ് നമുക്ക് ഗൈസ്. നമുക്കിന്ന് അവിടെ പോകുന്ന വഴി കാണാം. ഓക്കെ.
ഗൈസ് എന്നോട് കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പത്തെ ഷോർട്സിലും ഒക്കെ ആയിട്ട് ആൾക്കാർ ചോദിച്ചായിരുന്നു ഞാൻ എങ്ങനെ ഇവിടെ വന്നത്, അവർക്കും എല്ലാവർക്കും വരാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ ആൾക്കാർ വരുന്നതെല്ലാം ഈ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് അങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യുന്നവരാണ്. അത് ഇച്ചിരി ഭയങ്കര ടാസ്ക് ഉള്ളൊരു പരിപാടിയാണ്. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെയൊന്നും അല്ല വന്നത്. ഞാനാണെങ്കിൽ എൻ്റെ അമ്മയുടെ സിസ്റ്റർ ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. 2005 ഫയൽ ചെയ്തത്. എന്നിട്ട് അത് പ്രോസസ്സിങ് ആയി വന്നപ്പം 2022 ആയിരുന്നു. അപ്പം 17 വർഷം എടുത്തു നമുക്ക് ഇവിടം വരെ ഒന്ന് പ്രോസസ്സിങ് എല്ലാം ആയി അങ്ങനെ ഒന്ന് സെറ്റപ്പായി വരാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ അമ്മയുടെ സിസ്റ്റർ ഫയൽ ചെയ്തത് അത് ബ്ലഡ് റിലേഷന് ഉള്ള ആയതുകൊണ്ടാണ് അങ്ങനെ ഫയൽ ചെയ്തത്. അപ്പം അത് F4 വിസയിലായിരുന്നു ഞാൻ വന്നത്. അതിന് തന്നെ അത്രയും സമയം എടുക്കും വരാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഏതൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. എൻജിനീയറിങ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സിനായിട്ട് ഇവിടെ വരും. എന്നിട്ട് പിന്നെ ഇവിടെ ബാക്കി ഒക്കെ ഉള്ളതെല്ലാം ചെയ്ത് അത് ഭയങ്കര ടാസ്ക്കാണ് കഴിച്ചത്. അവരിപ്പോഴും സ്ട്രഗിൾ ചെയ്യുവാണ്. ഇപ്പം മറ്റേ പുതിയ കുറച്ച് റൂൾസ് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ 100K എന്തോ അടയ്ക്കണം അങ്ങനത്തെ സെറ്റപ്പ് കൂടെ ആയാൽ പിന്നെ അവർ പിന്നെയും സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ പുതിയ ഗ്രാഡ്സിനൊക്കെ ആണെങ്കിൽ ഇച്ചിരിയുടെ സീന. അവർ ഇപ്പം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെയാണ് ഇപ്പോൾ അവിടെ ഓരോ മറ്റേ ഗ്യാസ് സ്റ്റേഷനിലൊക്കെ നിൽപ്പുണ്ട്. അവർക്ക് മറ്റേ ആ സീൻ കാരണം. പിന്നെ കുറേ പേര് നേരത്തെ ഗ്രാജുവേറ്റഡ് ആയിട്ട് അവരെല്ലാവരും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് നാളുകൂടെ കഴിയണം ഇനി ഗ്രീൻ കാർഡൊക്കെ സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിന് കുറേ ടാസ്ക് ഉണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് എനിക്കറിയത്തില്ല. അവരെപ്പോഴേലും ഉണ്ടെങ്കിൽ ഗൈസ് അവരെ കൊണ്ട് ഞാൻ പറയിക്കുക. അത് അവർ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഗൈസ് നമുക്കിപ്പം 20 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഇന്നത്തെ ക്ലൈമറ്റ്. ഞാനിത് ഫുള്ള് മറ്റേ ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത് ആവണില്ല. ഗൈസ് നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ള എക്സിറ്റ് ആയിട്ടുണ്ട്. രക്ഷയില്ല ഗൈസ്. ഫുള്ള് ഹീറ്റ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ അത് സീനാണ്. ഇന്ന് ഫുള്ള് സ്നോയുടെ വണ്ടികളും ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ക്ലിയർ ചെയ്ത് ഇപ്പം ഒരു വണ്ടി നമുക്കൊന്ന് സ്കിഡായിട്ട് ഒന്ന് ഇടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ ഹൈവേയിലാണെങ്കിൽ എല്ലാ വണ്ടികളും വന്നിട്ട് കൂട്ടമായിട്ടിരിക്കും. അപ്പോൾ അത് വലിയ പ്രശ്നത്തിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഇവർ എപ്പോഴും ക്ലിയർ ആക്കി ഇടുന്നുണ്ട്. പക്ഷേ ഈ വീട്ടിലോട്ടുള്ളത് നമുക്ക് പാത്ത് വേ ഒക്കെയാണ് അവർ വീട്ടുകാർ സ്വന്തമായിട്ട് ക്ലിയർ ആക്കേണ്ടത് കൊണ്ട് തന്നെ അവർ മിക്കവരും രാവിലെ ക്ലിയർ ആക്കത്തില്ല. അവിടെയാണ് നമുക്ക് പ്രശ്നം വരിക. മാക്സിമം നമുക്ക് നോക്കാം ഇന്ന് എത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ 50 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ബ്രേക്കിന് നമ്മൾ നേരെ ഡങ്കിൻ ഡോണറ്റിലോട്ടാണ് വന്നേക്കുന്നത്. ഒരു കോഫി എടുക്കാമെന്ന് ഓർത്തു. കോഫി ഒരു ഡോണറ്റ് വാങ്ങിക്കാമെന്ന് ഓർത്തു ഗൈസ്. അപ്പം നമുക്ക് ഇത് കയറിയിട്ട് കാണാം ഗൈസ്. ഇപ്പോൾ ഇവിടെ ഡങ്കിൻ്റെ ഉള്ള ഒരു ഓഫറാണിത്. ഇത് ഒരു കവറ് ഇതിന് പൊടിയെടുത്തിട്ട് ഏതൊരു ഓർമ്മ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഓർമ്മ സെലക്ട് ചെയ്ത് ഓർമ്മ എടുക്കുകയാണെങ്കിൽ $16. അപ്പം അങ്ങനത്തെ ഒരു ഓഫറുണ്ട് ഇപ്പോൾ ഇവിടെ. സെയിലാണെന്നാണ് കാണിക്കുന്നത്. എനിക്ക് ഒന്നാമത് ഈ ടൈപ്പ് കപ്പ് ഇഷ്ടമല്ല. കുറേ എണ്ണം ഉണ്ട് എൻ്റെ വീട്ടിൽ. കുറേ എണ്ണം ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതേ ഉപയോഗിക്കാറില്ല. അപ്പം ഇതെനിക്ക് ഉപയോഗമുള്ള സാധനമല്ല ഗൈസ്. ഗൈസ് നമ്മുടെ കോഫി വന്നിട്ടുണ്ട്. ഇതൊരു മീഡിയം കോഫി വിത്ത് ഐസ് ആൻഡ് ഷുഗറാണ് വാങ്ങിച്ചേക്കുന്നത് ഗൈസ്. നൈസ് സ്റ്റൈലല്ലേ ഇപ്പോഴത്തെ കോഫി കപ്പിൻ്റെ. നല്ല കോഫിയാണ് ഗൈസ്. സെറ്റ് സാധനം. പിന്നെ ഡോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഡോണ്ട് നോക്കാൻ ഗൈസ്. ഇതാണ് ഡോണ്ട്. കണ്ട് ഗൈസ് ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് ട്രീയും അതും ഇതൊക്കെ വെച്ചിട്ട് നൈസാണ് ഗൈസ്. ഗൈസ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനല്ല ഗൈസ് ഒരു സംഭവം കണ്ടേ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഗൈസ്. ഇതെന്തോ ഒരു ഫോറസ്റ്റിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് ഹണ്ടിങ് ചെയ്യാന്നൊക്കെ ഉള്ള രീതി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് ഇത് അങ്ങോട്ട് ഫോറസ്റ്റാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ സംഭവം ആദ്യമായിട്ടുള്ള കാണുന്നത്. ഈ സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇടയ്ക്ക് ആക്കിയതാണ്. ഏകദേശം 100ാമത്തെ ഡെലിവറി അങ്ങനെ കിടക്കുവാണ് ഗൈസ്. അപ്പം നമുക്ക് പിന്നെ കാണാം.
ഓ ഗായ്സ്, ഇപ്പോൾ 9:15 ഗൈസ്. നമ്മുടെ ഇന്നത്തെ ഡെലിവറികളൊക്കെ കഴിഞ്ഞു. ഇതാണ് ഏറ്റവും സാറ്റിസ്ഫൈയിങ് മൊമെൻറ്റ്. ഇത് കണ്ടോ, ഇതെല്ലാം കഴിഞ്ഞു ഗൈസ്. ഇനി ഇതെല്ലാം എടുത്ത് അങ്ങോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഗൈസ്, നമ്മളപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് എൻ്റെ അനിയൻ്റെ വക എന്തൊക്കെ കുക്കിംഗ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഗൈസ്. പുള്ളി അൽഫാമും നാനും ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടത് ഗൈസ്. അവന് ഷെഫാണെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഗൈസ്. പിന്നെ എന്തോ അവൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ഗൈസ്. അത് കാണുന്നില്ല. സോദരൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കണ്ടിട്ട്, പക്ഷെ എനിക്ക് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.